എല്ലാവർക്കും നമസ്കാരം. താങ്ങാനാവാത്ത ആശുപത്രി ബില്ലുകൾ നിങ്ങളെ പീഡിപ്പെടുത്തുന്ന ഒന്നാണോ? പക്ഷേ ഈ ഒരു ചിന്തയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരിടമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആശ്വാസകരമായ ചിലവ് കുറഞ്ഞ ചികിത്സ എന്ന ഈ പുതിയ മാതൃക സാധ്യമാകുന്നത് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് നല്ല ചികിത്സ കിട്ടണമെങ്കിൽ നല്ല പണം മുടക്കണമെന്നാണ്, അല്ലേ? പക്ഷേ ആ ചിലവുകൾ നമുക്ക് താങ്ങാൻ പറ്റിയില്ലെങ്കിലോ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു അസുഖം വന്നാൽ ചികിത്സയേക്കാൾ കൂടുതൽ നമ്മളെ പേടിപ്പിക്കുന്നത് അതിന്റെ ഭീമമായ ബില്ലുകളായി മാറിയിട്ടുണ്ടോ? അതെ, നമ്മൾ സംസാരിക്കുന്നത് ചികിത്സാ ചെലവിലെ ആ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് വലിയ കോർപ്പറേറ്റ് ആശുപത്രികളിലൊക്കെ ലക്ഷങ്ങൾ ബില്ല് വരുന്നത് ഒരു സാധാരണ കാര്യമായി മാറിയില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളെ സാമ്പത്തികമായിട്ട് തളർത്തുന്നുണ്ട്. ചിലരെയൊക്കെ വലിയ കടക്കിണിയിലേക്കാണ് ഇത് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കിയാലോ? ഒരു ഓപ്പൺ ഹാർട്ട് സർജറിക്ക് തന്നെ ഇന്ന് ഏകദേശം 3 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ചെലവ് വരുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു തുക ഒരു സാധാരണക്കാരനെ എങ്ങനെ താങ്ങാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, ഇതിനൊരു പരിഹാരവുമില്ലേ എന്ന്. തീർച്ചയായും ഉണ്ട്. നേരത്തെ നമ്മൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഒരു ഉത്തരമാണ് തമിഴ്നാട്ടിലെ ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, നമുക്ക് ചുരുക്കി പറയാം SMIMS. അപ്പോൾ എന്താണ് ഈ SMIMS? ഇത് കന്യാകുമാരിയിലുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ടീച്ചിംഗ് ഹോസ്പിറ്റലാണ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നു മാത്രമാണ്: കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല ചികിത്സ സാധാരണക്കാർക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേർക്കും ഇതൊരു വലിയ ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും. ചികിത്സയുടെ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാതെ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ 3 തൂണുകളാണ് ശരിക്കും പറഞ്ഞാൽ SMISനെ മറ്റു ആശുപത്രികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതൊരു ടീച്ചിംഗ് ഹോസ്പിറ്റലാണ്. അതായത് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ തന്നെ PG ചെയ്യുന്ന ഡോക്ടർമാരും ചികിത്സയുടെ ഭാഗമാകും. അപ്പോൾ സ്വാഭാവികമായും അവിടെ ചെലവ് കുറയും. രണ്ടാമതായിട്ട്, ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാഭമുണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി സേവനത്തിനാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ഗവൺമെന്റ് സ്കീമുകളൊക്കെ ഇവർ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇത് രോഗികൾക്ക് വരുന്ന ചികിത്സാ ചെലവ് ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷേ യഥാർത്ഥത്തിൽ രോഗികൾക്ക് എന്ത് വ്യത്യാസമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്? നമുക്ക് ചില കണക്കുകൾ നോക്കാം. അപ്പോൾ കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. ഈ വ്യത്യാസം നിങ്ങൾ കാണുമ്പോൾ ശരിക്കും അതിശയിച്ചു പോകും. ഇപ്പോൾ നോക്കൂ, ഓപ്പൺ ഹാർട്ട് സർജറിക്ക് മറ്റു വലിയ ആശുപത്രികളിൽ വരുന്നതിന്റെ ഏകദേശം പകുതി ചെലവേ ഇവിടെ വരുന്നുള്ളൂ. അതുപോലെ ഒരു തവണ ഡയാലിസിസ് ചെയ്യാൻ സാധാരണ 2000 രൂപയോളമാകും. പക്ഷേ ഇവിടെ അത് ഒന്നുകിൽ സൗജന്യമാണ്, അല്ലെങ്കിൽ വളരെ വലിയ ഇളവുകളോടെയാണ് ചെയ്യുന്നത്. ഇനി PET CT സ്കാനിന്റെ കാര്യമെടുത്താലോ? പുറത്ത് 25,000-30,000 രൂപ വരെ വരുന്ന ഈ സ്കാൻ ഇവിടെ അതിലും എത്രയോ കുറഞ്ഞ നിരക്കിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് കേട്ടോ. അവയവമാറ്റ ശസ്ത്രക്രിയകൾ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ സ്പൈൻ സർജറികൾ, പിന്നെ മുട്ടുമാറ്റിവെക്കൽ പോലെയുള്ള ഓർത്തോ ട്രീറ്റ്മെന്റുകൾ, പ്രസവം, സെക്ഷൻ, നവജാത ശിശുക്കൾക്കുള്ള NICU പരിചരണം, ഇങ്ങനെ ഒട്ടുമിക്ക എല്ലാ പ്രധാന ചികിത്സകളും ഇവിടെ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ലഭ്യമാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ആകെ തുക എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വാചകത്തിൽ അതിന്റെ ഉത്തരമുണ്ട്. പാവപ്പെട്ടവരും ഇടത്തരം കുടുംബങ്ങളും വലിയ സാമ്പത്തിക സമ്മർദ്ദമില്ലാതെ മികച്ച ചികിത്സ നേടാൻ സഹായിക്കുന്നു. ഇതുതന്നെയാണല്ലേ ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ശരി, അപ്പോൾ നിങ്ങൾക്ക് ഈ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം? അതിനുള്ള വഴികളാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ ഏതൊരു ചികിത്സയ്ക്ക് പോകുന്നതിനു മുമ്പും അവിടുത്തെ ഏറ്റവും പുതിയ നിരക്കുകൾ, പാക്കേജുകൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ആശുപത്രിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം പിന്നീടുള്ള സംശയങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇവരെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ഞാൻ പറയാം. അവരുടെ ഫോൺ നമ്പർ ഇതാണ്: 04651-280-866. സ്ഥലമോർക്കുക, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുലശേഖരം എന്ന സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ. ഒരു നല്ല കാര്യം എന്താന്ന് വെച്ചാൽ 24 മണിക്കൂറും ഇവരുടെ സേവനം ലഭ്യമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കുകയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഈ SMIMS പോലുള്ള ആശുപത്രികൾക്ക്,
അല്ലെങ്കിൽ ഈ ഒരു മോഡലിന് നമ്മുടെ രാജ്യത്തെ മൊത്തം ആരോഗ്യരംഗത്ത് തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ? ലാഭത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ സേവനത്തിന് മുൻഗണന കൊടുത്താൽ നല്ല ചികിത്സ എന്നത് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഒന്നായി മാറില്ലേ? നിങ്ങൾക്കെന്താ തോന്നുന്നേ?